വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഫ്രൈഡേ ആണ്. ഊപ്പിയും ഷെബിയും, അതായത് മാമിൻ്റെ മോൻ, അവർ ഇന്നലെ ഗസ്റ്റ് ആയിരുന്നു ഞങ്ങളെ വീട്ടിൽ. പോകാൻ വേണ്ടിയിട്ട് ഫ്രഷ് ആവുകയാണ്. കുട്ടിമോൾ ഇന്ന് പോകട്ടോ. അപ്പോൾ കുട്ടിമോൾ അതിൻ്റെ ഡ്രസ്സൊക്കെ പാക്കിങ് ചെയ്യാണ്. ആമി അവിടെ കുറുമ്പും കാട്ടി നിൽപ്പുണ്ട്. വേറെ വീട്ടിലേക്ക് പോവാം. ഊമ ലഞ്ചിനുള്ള ചിക്കൻ കറി വെക്കാം. ആമി ഇവിടെ രാവിലെ തുടങ്ങിയ ഷോ ആണ്. ഷോ ഇറക്കി നടക്കുന്ന ആമി. ഗൈസ്, ഊപ്പത ചക്ക വെട്ടിയിടുന്നു. ഊപ്പാനോട് എന്തെങ്കിലും സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ഒന്നും സംസാരിക്കാതിരിക്കുകയാണ് ഗൈസ്. പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഷെബിനെ വെയിറ്റ് ചെയ്തിരിക്കണം ഊപ്പ. ഞാൻ കിച്ചണിൽ പോയപ്പോൾ പോകുമ്പോൾ പപ്പടം പോയിക്കായിരുന്നു. പിന്നെ തേങ്ങാച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ പള്ളിയിൽ പോകാൻ വേണ്ടി നിൽക്കും. മനു കരയുന്നു. ഊപ്പാൻ്റെ കൂടെ പോകണമെന്ന് പറഞ്ഞിട്ടാണ് മണും ചിക്കും ഇവിടെ കിടന്ന് കരയുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഷെബിയുടെ കാക്ക, അതായത് മാമിൻ്റെ വേറൊരു മോന് വന്നിട്ടുണ്ടായിരുന്നു. ഒരു വന്നപ്പോൾ ഐസ്ക്രീം കൊടുക്കുന്നുണ്ടോ. അവർ കൊടുന്ന ചോക്കോബർ നമ്മൾ കഴിക്കുകയാണ്. നമ്മൾ അവർക്ക് വേണ്ടി ജ്യൂസ് കൊണ്ട് കൊടുക്കുകയാണ്. പിന്നെ അവരെല്ലാം കൂടി ഫുഡ് കഴിക്കായിരുന്നു. സെക്കൻഡ് ട്രിപ്പിൽ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുട്ടിമോൾ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയി. അവൾ ഡ്രസ് പഠിച്ചിരിക്കുന്നു. ഞങ്ങളെല്ലാവരും കൂടി സഭ കെട്ടിച്ചാണ് പോയത്. മനുഷ്യക്കും ഞാനൊക്കെ ഉണ്ടായിരുന്നു, അനൂസും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പകുതി എത്തിയപ്പോൾ ബസ് കയറി പോയി. ഞങ്ങൾ അവിടെ ഞങ്ങൾക്ക് പെയിൻറ്റ് ബ്രഷ് വാങ്ങിക്കാനുള്ളതുകൊണ്ട് ഷോപ്പിൽ കയറിയിട്ട് ഒരു 3 പെയിൻറ്റ് ബ്രഷ് ഞങ്ങൾ മേടിച്ചു. അതുതന്നെയായിരുന്നു മേടിക്കാനുണ്ടായിരുന്നത്. ഞങ്ങൾ തന്നെ ഇരുന്നിട്ടൊക്കെ നോക്കി എടുത്തത്. അങ്ങനെ പെയിൻറ്റ് ബ്രഷൊക്കെ വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ ഊപ്പട വണ്ടിയിൽ തന്നെ കയറിയിട്ട് ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് തന്നെ പോകുന്നു. കുട്ടിമോള് 3-4 ദിവസം ഞങ്ങൾ വീട്ടിൽ നിന്നിട്ട് പിന്നെ പോയപ്പോൾ എന്തോ പോയ മാതിരി ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിലേക്ക് കയറി വരുമ്പോഴൊന്നും സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ. അവളെ പോയി അവളുടെ കുട്ടി എപ്പോഴും ദേഷ്യം, ആമിക്കുഞ്ഞ് എപ്പോഴും ദേഷ്യം പിടിപ്പിച്ചിട്ടൊക്കെ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ ബൈ.